ഇന്ന് നമുക്ക് മാങ്ങാച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനൊരു മാങ്ങ എടുത്തിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്യുക. ഇത് ട്രിവാൻഡ്രം സ്റ്റൈൽ മാങ്ങാച്ചാറാണ്. കല്യാണ വീടുകളിലാണെങ്കിൽ സദ്യയിലാണെങ്കിൽ വിളമ്പുന്ന ഒരു അച്ചാറാണ്. ഇത് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത മാങ്ങാച്ചാർ നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റുക. അത് നമ്മൾ വാഷ് ചെയ്ത് അരിപ്പ് കൊണ്ട് നമ്മൾ വാഷ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റുക. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. 1 സ്പൂൺ ഉപ്പാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് മല്ലിപ്പൊടി ആഡ് ചെയ്യണം. ഒരു പിഞ്ച് മതി, ഒരു പിഞ്ച് മല്ലിപ്പൊടി ആഡ് ചെയ്യുക. ഇതിലേക്ക് ഉലുവപ്പൊടി വറുത്ത് പൊടിച്ച പൊടിയാണ്, ഉലുവപ്പൊടി ആഡ് ചെയ്തു. ഇതിലേക്ക് LG കായപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. LGയുടെ കായപ്പൊടി ആഡ് ചെയ്യുക. ഇച്ചിരി പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം ഉപ്പും എല്ലാം ഒന്ന് പിടിച്ച് മിക്സ് ചെയ്യണം. ഇത് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഞാൻ നോക്കിയപ്പം ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു. എഗെയിൻ ഞാൻ 1 സ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്തു. അങ്ങനെ 2 സ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പ് കത്തിച്ച് പാൻ ഒന്ന് ചൂടാക്കാം. പാൻ ചൂടായി വന്നതിന് ശേഷം അതിൽ നമുക്ക് നല്ലെണ്ണ ആഡ് ചെയ്യാം. ഞാനിവിടെ അച്ചാർ ഉണ്ടാക്കാൻ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നല്ലെണ്ണ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കേടുകൂടാതെ കുറേ ദിവസം നമുക്ക് ഈ അച്ചാർ ഇരിക്കും. അതിനുവേണ്ടി നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ 1/2 സ്പൂണ് കടുക് ആഡ് ചെയ്യുന്നുണ്ട്. 1/2 സ്പൂണ് കടുക് ആഡ് ചെയ്യാം. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറി ലീഫ് ആഡ് ചെയ്യുക. കറി ലീഫ് ആഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് വേണം ഈ നമ്മൾ മിക്സ് ചെയ്ത് വച്ചേക്കുന്ന മാങ്ങ നമുക്ക് മിക്സ് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്യാം. അടുപ്പ് ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് ആഡ് ചെയ്യാൻ. അല്ലെങ്കിൽ ഇത് നല്ലവണ്ണം വെന്ത് പോവും, ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അടുപ്പ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 2 സ്പൂണ് വിനിഗർ ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അടുപ്പ് ഓഫിലാണ് വെച്ചേക്കുന്നത്. ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി മാങ്ങ അച്ചാറാണ്. ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി മാങ്ങ അച്ചാർ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. നല്ലൊരു അടിപൊളി അച്ചാറാണ്. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്യുവാണെങ്കിൽ ഇതേ ടേസ്റ്റോടെ കൂടെ നല്ലൊരു മാങ്ങ അച്ചാർ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്.